പടം കാണാൻ പോകുന്നതിന് മുന്നേ ഒരു അഡ്വൈസ് തരാം. ദയവേത് നിങ്ങൾ ആരും ക്രൗഡഡ് ആയിട്ടുള്ള തിയേറ്ററിൽ പോയിട്ട് കാണരുത്. കുറച്ച് തിക്കു തിരക്കൊന്നും ഇല്ലാത്ത സൈലന്റ് അറ്റ്മോസ്ഫിയറിൽ കണ്ടാൽ മാത്രമേ ഈ പടത്തിന്റെ കംപ്ലീറ്റ് എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ ഈ പടം എന്നൊക്കെ പറയുന്നത് എനിക്ക് നല്ല ഹൊറർ എഫക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ഹൊറർ എഫക്റ്റ് ഉണ്ട്. പിന്നെ ത്രില്ലറാണ്, ട്വിസ്റ്റ് ഉണ്ട്, ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയാണ്. ക്ലൈമാക്സിലൊക്കെ നമ്മളിങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ ഉരുത്തിരിച്ച് ഇങ്ങനെ ഇരുന്ന് നോക്കും. പിന്നെ ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് പിന്നെ ഓൾറെഡി പ്രൂവൻ ഡയറക്ടറാണ്. ഭ്രമയുഗം, ഭൂതകാലം ഇതൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് പ്രൂവ്ഡ് ആയ ഡയറക്ടറാണ് ഇതിന്റെ ഡയറക്ടർ. പിന്നെ ഇതിനകത്ത് ഓരോ ആക്ടേഴ്സും വളരെ നന്നായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഈ പടത്തിന്റെ ലൊക്കേഷൻ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഹൊറർ എഫക്റ്റ് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ കാണുന്ന ആ ഒരു പിന്നെ ആക്ടിങ് മാത്രം പോരാ. അത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ആ നടക്കുന്ന ആ ഒരു ലൊക്കേഷൻ കൂടെ അതിനെ എഫക്റ്റ് ചെയ്യും. ഇവിടെ ഈ പടത്തിന് വേണ്ടി സെലക്ട് ചെയ്തേക്കുന്ന ലൊക്കേഷൻ ഈസ് കിഡിലൻ. എല്ലാ ലൊക്കേഷൻസും ഫിലിമിലെ നല്ല ലൊക്കേഷനാണ്. നമുക്ക് സസ്പെൻസ് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ലൊക്കേഷനാണുള്ളത്. ഇതിനകത്ത് ഈ പ്രണവ് മോഹൻലാലിന്റെ പല സീൻസും കാണുമ്പോഴും നമുക്ക് തോന്നും മോഹൻലാലുമായിട്ട് ഭയങ്കരമായിട്ട് സാദൃശ്യം തോന്നും. എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ ഇപ്പോഴാണ് ജെനറ്റിക്സ് കംപ്ലീറ്റ് ആയിട്ട് പുറത്തെടുത്തേക്കുന്നത്. DNA ഇസ് എ റിയൽ തിങ് യുനോ. പുള്ളിക്കാരൻ്റെ ഒരു ആക്ടിങ് സ്കില്ല് എന്തായാലും പ്രണവിന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നല്ല നല്ല ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് കിട്ടുവാണെങ്കിൽ പുള്ളി കിട്ടലിനായിരിക്കും. ഇനി എപ്പോഴാണ് ഇനി അടുത്ത സിനിമ കാണാൻ പറ്റുന്നത്?